മലബാർ ഡിസ്റ്റിലേഴ്സ് പുറത്തിറക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ബ്രാൻഡിയുടെ പേര് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മലബാർ മിസ്റ്ററി എന്ന പേരാണ് ആദ്യഘട്ടത്തിൽ ബെവ്കോ തീരുമാനിച്ചിരുന്നത്. മദ്യത്തിന് ജനങ്ങൾ നിർദ്ദേശിച്ച പേരായിരുന്നു മലബാർ മിസ്റ്ററി എന്നും പറയുന്നു. എന്നാൽ നിയമപ്രശ്നങ്ങളെ തുടർന്ന് ഈ പേര് മാറ്റുകയായിരുന്നു എന്നാണ് വിവരം. മിന്നൽ മാജിക് എന്നാണ് പുതിയ പേര്. മിന്നൽ മാജിക്കിന്റെ ചുരുക്കരൂപമായ MM എന്ന ബ്രാൻഡിലായിരിക്കും ഈ മദ്യം പുറത്തിറങ്ങുക. പാലക്കാട് മേനോൻപാറയിലാണ് ബ്രാൻഡിയുടെ ഉൽപ്പാദനം നടത്തുന്നത്. മദ്യത്തിന്റെ എക്സൈസ് രജിസ്ട്രേഷനും ബ്രാൻഡ് രജിസ്ട്രേഷനും പൂർത്തിയാക്കിയതായി അധികൃതർ പറയുന്നു. 1/2 ലിറ്റർ വീതമുള്ള കുപ്പികളിലാവും തുടക്കത്തിൽ ഉൽപ്പാദനം. 400 രൂപയായിരിക്കും ഇതിന്റെ വിലയെന്നും സൂചനയുണ്ട്. ഈ പ്ലാന്റ് പൂർണ്ണ സജ്ജമാകുന്നതോടെ ദിവസം 13,500 കേസ് ഉൽപ്പാദിപ്പിക്കാനാണ് നീക്കം. ഇതിനാവശ്യമായ സ്പിരിറ്റ് ഇപ്പോൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ദിനംപ്രതി 1,00,000 ലിറ്റർ വെള്ളം ഇതിനായി ആവശ്യം വരും. ഇത് മലമ്പുഴയിലെ ശുദ്ധജല പ്ലാന്റിൽ നിന്ന് ടാങ്കർ ലോറികളിൽ എത്തിക്കാൻ ജല അതോറിറ്റിയുമായി ധാരണയായെന്നും അധികൃതർ പറയുന്നു. 1.87 കോടി രൂപ മലബാർ ഡിസ്റ്റിലറീസ് മുൻകൂറായി ജല അതോറിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. മദ്യത്തിന്റെ പേര് ഓൺലൈനായി ക്ഷണിച്ച് സമ്മാന പ്രഖ്യാപനം നടത്തിയെന്ന് ആരോപിച്ച് പരാതി വന്നതോടെ ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടിരുന്നു. എന്നാൽ ബെവ്കോ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും പേരിടൽ മലബാർ ഡിസ്റ്റിലറീസിന്റെ ഉത്തരവാദിത്വമാണെന്നുമായിരുന്നു ബെവ്കോ അധികൃതർ അന്ന് പറഞ്ഞത്. ഏതാണ്ട് 40,000-ഓളം പേരുകളും അന്ന് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് മലബാർ മിസ്റ്ററി എന്ന പേരിനോട് അനുകൂല നിലപാടുണ്ടായാലും വിഷയം കോടതി നടപടിയിലേക്ക് നീണ്ടതോടെ വിവാദങ്ങളിൽ നിന്ന് ബെവ്കോ പിൻവലിയുകയായിരുന്നു. എന്നാൽ മലബാറിനെ അപമാനിക്കുന്നതാണ് ഈ പേരെന്ന് കാണിച്ച് കുറെ പേര് പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. മലബാർ മിസ്റ്ററി എന്ന പേര് പിന്നീട് ചുരുങ്ങി മലബാർ എന്നായി മാറുമെന്നും ഭാവിയിൽ ഒരാൾ മലബാർ അടിച്ച് ബോധമില്ലാതെ ഭാര്യയും മക്കളെയും കുത്തിക്കൊന്നു എന്നൊക്കെ വാർത്ത വരുമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. അതേപോലെ മലബാർ അടിച്ച് വാഹനം തല്ലി തകർത്തു, മലബാർ അടിച്ച് ബോധം പോയി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ മലബാർ എന്ന പ്രദേശത്തെ അപമാനിക്കുന്ന തരത്തിൽ വാർത്തകൾ വരുമെന്നാണ് ഈ കൂട്ടർ പറഞ്ഞിരുന്നത്. മലബാർ എന്നത് ഒരു ബ്രാൻഡ് നെയിമല്ല, അതൊരു വികാരമാണ്. ആ പേരിനെ ലഹരിയുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കില്ല. ഈ പേര് അടിയന്തരമായി പിൻവലിക്കണം. ഒരു നാടിൻ്റെ അഭിമാനത്തെ മദ്യക്കുപ്പിയിൽ അടച്ചു വിൽക്കാൻ നോക്കേണ്ട എന്നൊക്കെയായിരുന്നു ഇവരുടെ പ്രതികരണങ്ങൾ. എന്നാൽ മലബാർ എന്ന പേരിൽ മദ്യങ്ങൾ ഇവിടെ നേരത്തെ തന്നെയുണ്ട്. മലബാർ ഹൗസ് എന്നതൊക്കെ ജനകീയ മദ്യമാണ്. മലബാറിക്കസ് എന്ന പേരിൽ ഹെർബൽ റമ്മുണ്ട്. അതുകൂടാതെ വിദേശത്ത് പോലും, അതായത് കരീബിയൻ രാജ്യങ്ങളിൽ മലബാർ എന്ന പേരിൽ മദ്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കേരള സർക്കാർ പുറത്തിറക്കുന്ന പുതിയ മദ്യത്തിൻ്റെ പേര് മലബാർ മിസ്റ്ററി എന്നായാലും മാജിക് മിന്നൽ എന്നായാലും മദ്യം കഴിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാവില്ല. മദ്യപാനികൾ പ്രധാനമായും നോക്കുന്നത് അതിൻ്റെ പേരല്ല, അതിൻ്റെ വിലയും ക്വാളിറ്റിയുമാണ്. പുതിയ മദ്യത്തിന് 1 ലിറ്ററിന് 800 രൂപയേ ഉള്ളൂ എന്നത് അവർക്ക് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. പേര് സർക്കാരിന് ഇഷ്ടമുള്ളതിടാം. മലബാർ എന്നോ തിരുവിതാംകൂർ എന്നോ അല്ലെങ്കിൽ തിരുക്കൊച്ചി എന്നോ പേരിടാം. മലയാളികൾക്ക് അതിൽ യാതൊരു പരാതിയും ഉണ്ടാകില്ല.